ഹലോ, ഹായ്, നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഐക്കൺസ് ഓഫ് ഇന്ത്യയിലേക്ക് സ്വാഗതം. ഐക്കൺസ് ഓഫ് ഇന്ത്യ ഇന്നും ചെന്നൈയിലാണ്. ഇന്ന് ഐക്കൺസ് ഓഫ് ഇന്ത്യയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറിയായ ശ്യാമള മാം. നമുക്ക് വെൽക്കം ചെയ്യാം. ശ്യാമള മാം, ഐക്കൺസ് ഓഫ് ഇന്ത്യയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ശ്യാമള മാമിൻ്റെ വിശേഷങ്ങൾ അറിയാൻ ഞങ്ങളെ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. ചെന്നൈയിലാണ് ജനിച്ചതല്ലേ? അതെ. അച്ഛൻ്റെ പേര്? എ കെ ഗോപാലൻ. എ കെ ഗോപാലൻ. AKG. ചെന്നൈയിലെ AKG. ചെന്നൈയിലെ AKG. കേരളത്തിലൊരു AKG വളരെ വലിയ സുഹൃത്തായിരുന്നു എൻ്റെ അച്ഛൻ്റെ. അമ്മ റാണി. ആന്ധ്രയെന്നാണ്, തെലുഗുവ. അമ്മ തെലുങ്ക്, അച്ഛൻ മലയാളി. അതെ. മക്കള് തമിഴ്. തമിഴ് ഇവിടെയാണല്ലോ ജനിച്ചത്. അപ്പൊ 3 സംസ്ഥാനങ്ങളുമായിട്ടുള്ള ബന്ധമാണ്. ഓക്കെ. കുഞ്ഞുനാളത്തെ അനുഭവങ്ങള് വലിയ പ്രത്യേകിച്ചൊന്നും ഇല്ല. എന്തായാലും 2 സംസ്ഥാനത്ത് നിന്നുള്ള അച്ഛനമ്മയും. അതെ. നമ്മൾ ഏത് ഭാഷ പഠിക്കണമെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഭാഷ വളരെ ക്ലിയർ ആയിരുന്നു. ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നു. ഓക്കെ. അപ്പോ എന്താ വെച്ചാൽ എന്റെ അമ്മയുടെ കൂടെയുള്ള കോൺവെർസേഷനും സംസാരം എല്ലാം ഇംഗ്ലീഷിലായിരുന്നു. അച്ഛൻ്റെ കൂടെ മലയാളം. അപ്പൊ എനിക്ക് മലയാളം നല്ലോണം സംസാരിക്കാൻ അറിയാം. തെലുങ്ക് സംസാരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ എന്റെ അമ്മയുടെ നാട്ടിൽ പോകുമ്പോൾ അവരെല്ലാരും തെലുങ്കില് വളരെ നിർബന്ധമായിട്ട് സംസാരിക്കുള്ളായിരുന്നു. അങ്ങനെ തെലുങ്ക് കൺവേഴ്സ് ചെയ്യാൻ പറ്റും. ബട്ട് ബേസിക്കലി എല്ലാത്തിനും ഇംഗ്ലീഷാണ് ഒരു ഫൗണ്ടേഷൻ. അപ്പോൾ മാഡത്തിന്റെ ഈ സ്ഥാപനങ്ങളെ കുറിച്ചൊരു ഡീറ്റെയിൽസ് നമ്മുടെ പ്രേക്ഷകർക്ക് എന്തൊക്കെയാണ് നമ്മളിപ്പോൾ? ഇവിടെ ചെന്നൈയില് ഞങ്ങൾക്ക് 2 സ്കൂൾസ് ഉണ്ട്. ആശാൻ മെമ്മോറിയൽ സീനിയർ സെക്കൻഡറി സ്കൂൾ. യെസ്, അത് ദ ഫസ്റ്റ് CBSE സ്കൂൾ ഇൻ ചെന്നൈ. അത് ഒരു 57 കൊല്ലം മുമ്പേ തുടങ്ങിയ ഫസ്റ്റ് CBSE സ്കൂൾ ഇൻ ചെന്നൈ. നമ്മള് പയനിയേഴ്സ് ആണ് ചെന്നൈയിൽ ആസ് ഫാർ as CBSE സ്കൂൾ ഇസ് കൺസേൺ. പിന്നെ അതുകൊണ്ട് തന്നെ അതിന്റെ വളർച്ച വളരെ വളരെ വേഗമായിരുന്നു. ഞാൻ അപ്പോൾ പഠിക്കുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് അടുത്ത ഒരു സ്ഥാപനം എന്ന് പറയുന്നത് നമ്മള് ഈ ക്യാമ്പസ്. ഞങ്ങൾക്ക് 3 ക്യാമ്പസ് ഉണ്ട്. സിറ്റിയിലെ ഒരു ക്യാമ്പസ്, അവിടെ 2 ഞങ്ങൾക്കൊരു മെട്രിക്കുലേഷൻ സ്കൂൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു ലാസ്റ്റ് 2 years ഞങ്ങളത് വി സ്റ്റോപ്ഡ് ഇറ്റ് ബിക്കോസ് മെട്രിക്കുലേഷൻ സ്കൂളിന്റെ ഫ്രം മെട്രിക്കുലേഷൻ സ്കൂൾ ടു CBSE തുടങ്ങിക്കഴിഞ്ഞു. നേരത്തെ അങ്ങനെയല്ലായിരുന്നു. ഫ്രം CBSE ടു മെട്രിക്കുലേഷൻ ആയിരുന്നു കുട്ടികൾ പോയിരുന്ന മാർക്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ അതില്ലാത്തതുകൊണ്ട് the matriculation school was coming down. കുറെ മെട്രിക്കുലേഷൻ സ്കൂൾ ക്ലോസ് ഡൗൺ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ ഞങ്ങളും we thought we will also close it and we extended our facilities of the CBSE school to the matriculation school. അത് അടുത്ത് തന്നെ ഒരു 500 meters. ഇത് രണ്ടും ഇരിക്കുന്ന സ്ഥലം കേരള ഗവൺമെന്റിന്റെ സ്ഥലമാണ്. അത് ഞങ്ങൾ ലീസിനെടുത്ത സ്ഥലം. കേരള ഗവൺമെന്റ് 99 years ലീസിനെടുത്തു. അതുകൊണ്ട് എനിക്ക് കേരള ഗവൺമെന്റ് ആശാൻ മെമ്മോറിയല് വളരെയധികം കടപ്പാടുണ്ട്. ആശാൻ മെമ്മോറിയൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുമാരൻ ആശാന്റെ പേരില് ഒരു എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കേരളത്തിൽ നിന്ന് പുറത്ത് ആദ്യമായിട്ടാണ്. അത് മാത്രമല്ല, ഞങ്ങൾ ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ ഞങ്ങൾക്കൊരു പ്രൈസ് ഫോർ പോയട്രി എന്നും പറഞ്ഞിട്ട് അവാർഡ് ബെസ്റ്റ് പോയറ്റ്സ് ആണ്. ഈ കണ്ടംപററി പോയറ്റ്സും കൂടെ ഇപ്പൊ കുറെ ആൾക്കാർ മരിച്ചു കഴിഞ്ഞു, മഹാകവികള്. അവരെല്ലാവരും ഇവിടെ വന്ന് ഞങ്ങളുടെ സ്റ്റേജിൽ വന്നിട്ട് ഹെഡ് ഓഫീസിൽ അവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്, ഇവിടെ ഉണ്ട്, എല്ലായിടത്തും ഞങ്ങൾക്ക് ഓഡിറ്റോറിയംസ് ഉണ്ട്. അവിടെ വെച്ചിട്ട് ഏറ്റവും മികച്ച കവികളാണ് വന്ന് അവാർഡ് വാങ്ങിച്ചത്. ഞങ്ങളുടെ
അതൊരു കവറ്റഡ് അവാർഡ് എന്ന് തന്നെ പറയാം. പ്രശസ്തമായ ഒരു കവിതയുണ്ട്, വീണപൂവ്, കുമാരനാശാൻ. ഒരു പാട്ടൊക്കെ വീണപൂവേ എന്നൊക്കെ പറഞ്ഞ പാട്ടൊക്കെ ഉണ്ട് കുമാരനാശാൻ. ഞാൻ കേട്ടിട്ടുള്ളത് ആ വീണപൂവ് കവിത ആശാൻ എഴുതിയത് ഞങ്ങളുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിന്റെ വീട്ടിന്റെ മുറ്റത്താണ്. അവര് വന്നിട്ട് വൈദ്യന്മാരാണ് പാലക്കാട്. അപ്പൊ അവിടെ വെച്ചിട്ടാണ് എഴുതിയെന്നാണ് ഞാൻ അവര് തന്നെ പറഞ്ഞത്. അതൊക്കെ അഭിമാനത്തോടുകൂടി നമുക്ക് പറയാവുന്നതാണ്. വീട്ടുപേര് എനിക്ക് ഓർമ്മയില്ല, അവരുടെ വീട്ടുപേരൊക്കെ അല്ലേ. ഓക്കെ, ഇപ്പൊ നിലവിൽ നമ്മുടെ ഈ സ്ഥാപനങ്ങളിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട് മാഡം? ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല 3 ക്യാമ്പസ് ഉണ്ട്. അപ്പൊ ഈ 3 ക്യാമ്പസിൽ ടോട്ടലി സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ തമിഴ് ആളുകളാണ്, പുറത്തുനിന്നുള്ള വരുന്നു പഠിക്കുന്നു, മലയാളികള്. അതിനും ഒരു കഥയുണ്ട്. ആ കഥകളൊക്കെ കേൾക്കാൻ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഇഷ്ടമാണ്. ഞങ്ങള് സ്കൂള് തുടങ്ങിയപ്പോ ഞങ്ങൾക്ക് നിറയെ മലയാളി സ്റ്റുഡൻസ് വരികയായിരുന്നു. സ്റ്റുഡൻസ് അവരുടെ പേരൻസ് ചെന്നൈയിൽ റെയിൽവേ ഒഫീഷ്യൽസ്, IAS ഓഫീസേഴ്സ് എല്ലാം മലയാളീസ്. പ്രത്യേകിച്ച് ഇറ്റ് യൂസ് ആ മലയാളി കൾച്ചർ, ആ മലയാളി ആംബിയൻസ് ഉണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ സ്കൂൾസ് അങ്ങോട്ട് വളരാൻ തുടങ്ങി, നിറയെ വേറെ സ്കൂൾസ് ഒക്കെ മഷ്റൂം ചെയ്യാൻ തുടങ്ങി, നിറയെ സ്കൂൾസ് വരാൻ തുടങ്ങി. ഞങ്ങളുടെ ടീച്ചേഴ്സ് എല്ലാവരും മലയാളി ടീച്ചേഴ്സ് ആയിരുന്നു മിക്കവരും. വി ഗേവ് ദറ്റ് ആ ഒരു ചോയ്സ് ഞങ്ങൾ തന്നെ എടുത്തതാണ്. ആ സമയത്തൊക്കെ ഡാഡിയാണ് ഇന്റർവ്യൂ ചെയ്തത്, എന്റെ അച്ഛൻ തന്നെയാണ് എല്ലാ എടുത്തതും. അപ്പൊ എപ്പോഴും ആ മലയാളിനോടുള്ള ഒരു കാരണം അച്ഛനൊരു മലയാളിയാണ്, ആ ഒരു സ്നേഹം കേരളത്തിലോടും മലയാളികളോടും. മാത്രമല്ല കുമാരനാശാന്റെ പേരിൽ തുടങ്ങിയ ഒരു സ്ഥാപനം. ആശാന്റെ സ്ഥാപനത്തിന് മലയാളികൾക്ക് ഫസ്റ്റ് പ്രിഫറൻസ്. എക്സാക്ട്ലി. അപ്പം ഓണായാലും എല്ലാ ഫംഗ്ഷൻസും ഒരു മലയാളി ചൊവയുണ്ടാവും. അപ്പൊ സത്യത്തിൽ കേരളത്തിന്റെ ഒരു ഭാഗമായിട്ട് ചിലപ്പോൾ നമുക്ക് തോന്നും. അപ്പൊ അമ്മയുടെ സംസ്ഥാനത്ത് നിന്ന് ആളുകളൊന്നും ഇങ്ങോട്ട് ടീച്ചറായിട്ടൊന്നും കൊണ്ടുപോകുന്നില്ല, തെലുങ്കിൽ നിന്നും? ഒരേ ഒരു വൈസ് പ്രിൻസിപ്പളായിട്ട് എന്റെ അമ്മയുടെ ബ്രദർ തന്നെ വന്നു. വെരി പോപ്പുലർ ഓൾസോ. ഈ റിട്ടയർഡ് ആസ് എ പ്രിൻസിപ്പൽ. അപ്പൊ ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ട് സോ പോപ്പുലർ ഓൾസോ. അച്ഛന്റെ സ്വദേശം തലവടി എന്ന് പറയും. തിരുവല്ല തലവടിയിലാണ് അച്ഛൻ ജനിച്ചത് അല്ലേ. രാഷ്ട്രീയക്കാരുമായിട്ടൊക്കെ ഒത്തിരി കണക്ഷൻസ് ഉണ്ടായിരുന്നു. നിറയെ കണക്ഷൻസ് ഉണ്ടായിരുന്നു. ആരൊക്കെ ആയിട്ടായിരുന്നു? ആദ്യം എന്റെ മനസ്സിൽ വരുന്ന പേര് AK ഗോപാലൻ, കമ്മ്യൂണിസ്റ്റ് ലീഡർ AK ഗോപാലൻ. ഞാനിവിടെ വന്നപ്പോ തന്നെ ബോർഡ് കണ്ടപ്പോ തന്നെ എനിക്ക് സംശയം തോന്നി AKG. അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ AKG ചെന്നൈ AKG എന്നുള്ള ഒരു ടാഗ് ഡാഡി ഉണ്ടായിരുന്നപ്പോ മുതലേ ഉണ്ട്. പക്ഷെ കേരളത്തിലെ AKGയുമായിട്ടും ഡാഡിക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. വളരെയധികം. അവര് ഞങ്ങളുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഇവിടെ ഡൽഹിയിൽ പോകുമ്പോഴും വരുമ്പോഴും തിരിച്ചു വരുമ്പോഴും AKG ആട്ടി രണ്ടുപേരും, സുശീല ഗോപാലനും അവര് രണ്ടുപേരും ഞങ്ങളുടെ അപ്പൊ ഇതൊരു ഞാൻ പല ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ടിന്യൂസ് വിസിറ്റേഴ്സ് ആയിരിക്കും. പിന്നെ ഭയങ്കര തമാശക്കാരനായിരുന്നു AKG. ഭയങ്കര തമാശക്കാരനായിരുന്നു. അപ്പൊ ഞങ്ങളൊക്കെ നമുക്കറിയില്ല ഇവരൊക്കെ ഇത്ര വലിയ ആളുകളാണ്. പിന്നെയാണ് നമുക്കൊക്കെ അറിയുന്നത് ഇവരൊക്കെ ഇത്രയും വലിയ മരിച്ചതിന് ശേഷം ഇവരെ കുറിച്ചൊക്കെ മരിച്ചപ്പോ കൂടെ അല്ല, അതിന് മുമ്പേ തന്നെ മനസ്സിലായി. ബട്ട് ഇത്രയും നല്ല വലിയ മനുഷ്യരാണ് നമ്മുടെ വീട്ടിലേക്ക് വന്നത്. അതെ. തിരുവല്ലയിൽ ഡാഡിയുടെ ഫാമിലിയൊക്കെ എങ്ങനെയായിരുന്നു? പഴയ തറവാടായിരുന്നു. തറവാടിന്റെ പേര് ആറ്റുകടവിൽ. ഓക്കെ. ആറ്റുകടവില് അപ്പൂപ്പന്റെ പേര് കൃഷ്ണൻ. അതെ. അവരൊക്കെ എന്താണ് അഗ്രികൾച്ചർ, അവിടെ കൃഷിയാണ്, വെള്ളവും. ഡാഡി മാത്രം അതിൽ നിന്ന് വേറിട്ട് വന്നത് എന്തുകൊണ്ട്, ആ ഫാമിലിയിൽ നിന്ന് വന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല് ഡാഡി പോളിടെക്നിക് എന്നിട്ട് ചെന്നൈയിൽ വന്നു. ചെന്നൈയില് വന്നിട്ട് പിന്നെ വേറെ ഒറീസയിൽ അങ്ങനെ പല സ്ഥലത്തും പോയിട്ട് അവസാനം ചെന്നൈയിൽ തന്നെ തിരിച്ചു വന്നിട്ട് ഈ സ്റ്റാർട്ടഡ് ദിസ് ഓൺ PWD കോൺട്രാക്ടർ ആയിരുന്നു. പിന്നെ
വളരെ ഈ പറഞ്ഞ പോലെ സിനിമാക്കാരായിട്ട് വളരെ അടുത്ത ബന്ധം ഉണ്ടായിരുന്നു. ഡാഡിക്ക് ഏതൊക്കെ സിനിമക്കാരുമായിട്ടായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ അല്ലേ? സത്യൻ, പ്രേം നസീർ ഞങ്ങളുടെ മെമ്പറും കൂടിയായിരുന്നു. ഓ അതെ, സിനിമ കുടുംബത്തിലെ. പ്രേം നസീർ ഞങ്ങളുടെ കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു, വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ ഡാഡി കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നിന്ന് എഡ്യൂക്കേഷൻ ഫീൽഡിലേക്ക് ഡോക്ടർ എസ് കെ നായർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മലയാളം ഡിപ്പാർട്ട്മെന്റ് ഹെഡായിരുന്നു അന്നത്തെ കാലത്ത്. ചെന്നൈ മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ മലയാളം ഡിപ്പാർട്ട്മെന്റ് ഹെഡ്. എസ് കെ നായരുടെ വീട്ടിൽ വരാത്ത വലിയ സാഹിത്യകാരന്മാരായാലും പാട്ടുകാരായാലും സാറ് ഒരു ദിവസം ഒരു കോമന്റ് ആയിട്ട് ഒരു കേരള സമാജിലാണോ എന്നൊരു സംശയം, അല്ല മലയാളി ക്ലബ് വൺ ഓഫ് ദ അവിടെ എവിടെയോ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ആശാൻ മെമ്മോറിയൽ ഒരു സ്കൂൾ തുടങ്ങാൻ പോവാണ്. അങ്ങ് അനൗൺസ് ചെയ്തു. അതാണ് നിമിത്തം അനൗൺസ് ചെയ്തു. അപ്പൊ ഇവരെല്ലാരും ഡാഡിയെല്ലാം അന്തപ്പെട്ടു, സ്കൂളാണ് നമുക്ക് അങ്ങനെ ഒരു അസോസിയേഷൻ പ്രൊമോട്ടിംഗ് മലയാളി കൾച്ചർ, അതൊക്കെയായിരുന്നു പ്ലാൻ. അപ്പം സ്കൂള് തുടങ്ങുന്ന കാര്യമൊന്നും അങ്ങനെ ആലോചിച്ചിട്ടില്ല. പിന്നെ അതങ്ങോട്ട് മനസ്സിൽ കയറിയപ്പോ അതെങ്ങനെ ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാൻ ആഗ്രഹിച്ചപ്പോൾ സ്ഥലമൊക്കെ പിന്നെ തമിഴ്നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടാവും. നമ്മുടെ ഗവൺമെന്റിൽ നിന്നുള്ള സപ്പോർട്ടുകളൊക്കെ എങ്ങനെയായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ? സപ്പോർട്ട് അതല്ലേ, ലാൻഡ് നമുക്ക് അവര് തന്നു, ഫ്രീ ആയിട്ട് തന്നു. ബട്ട് 99 years ലീസിന് നമുക്ക് ആ ലാൻഡ് ഉണ്ട്. അവിടെ നമ്മൾ എത്രയോ കുട്ടികളെ പഠിപ്പിക്കുന്നു, എത്ര കുട്ടികൾ പാസ്സായി, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കുട്ടികൾ. 57 കൊല്ലായി. അഭിമാനിക്കാവുന്ന തീർച്ചയായിട്ടും അഭിമാനിക്കാം. നമ്മുടെ കേരള ഗവൺമെന്റിനെ ഓർക്കുമ്പോൾ നമ്മൾ വി ഷുഡ് ബി വെരി ഗ്രേറ്റ്ഫുൾ. അപ്പൊ ഡാഡി ഇവിടെ വന്നു, ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങി. അപ്പോൾ ഈ തെലുങ്ക് ദേശത്ത് നിന്നും അമ്മ അവരുടെ കല്യാണം എങ്ങനെയായിരുന്നു? അത് എനിക്ക് അവര് നെയ്ബേഴ്സ് ആയിരുന്നു തോന്നുന്നുണ്ട്. ഇവിടെയായിരുന്നു താമസം? അവിടെ ഡാഡി അവിടെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട്. അച്ഛന്റെ നാട്ടിലൊക്കെ തിരുവല്ലയിലൊക്കെ മാഡം പോയിട്ടുണ്ടോ? എങ്ങനെയുണ്ട്? തറവാട് ഇപ്പോഴും അവിടെ ഉണ്ട്. അവിടെ ഉണ്ടല്ലേ, തറവാട്ടിലൊക്കെ പോവാറുണ്ട്? അങ്ങനെ പോവാറില്ല, ഡാഡി ഉണ്ടായിരുന്നപ്പോ പോവായിരുന്നു. ഇനി മാഡത്തിന്റെ കൂടപ്പുറപ്പുകൾ. എനിക്ക് 2 സഹോദരങ്ങളാണ്. ചേച്ചി നിർമ്മല, അനിയൻ കിഷോർ ആശാൻ മെമ്മോറിയൽ അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റും കൂടിയാണ്. സിസ്റ്റർ ചേർത്തലയിൽ കല്യാണം കഴിച്ചു. ചേർത്തല, ഓക്കെ. എന്ത് ചെയ്യുന്നു ഇപ്പൊ സിസ്റ്റർ? സിസ്റ്ററുടെ ഹസ്ബൻഡ് ഒരു സിനിമ പ്രൊഡ്യൂസ്, അവരുടെ ഫാമിലി ബിസിനസ് കൊയറാണ്. ബട്ട് സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പോയി. ഏത് സിനിമയായിരുന്നു? ആദ്യത്തെ സിനിമ തകര. തകര സൂപ്പർ ഹിറ്റ്. പ്രതാപവത്തൻ നായകനായിട്ട് സൂപ്പർ ഹിറ്റ് സിനിമ. പിന്നെ നിറയെ സിനിമ ഉണ്ട്. വെങ്കലം മലയാളത്തിൽ സൂപ്പർ ഹിറ്റ്. മുരളി, മനോജ്. തമിഴ് സിനിമ എടുത്തോ? തമിഴ് സിനിമ ഒരെണ്ണം ഇതൊരു കാലം. അപ്പൊ എന്നാലും സിനിമ പിടിച്ച് കാശ് കളഞ്ഞിട്ടില്ല. എല്ലാം നല്ല സിനിമ കളഞ്ഞു. ബട്ട് അവരുടെ ആ ഒരു ഫാമിലിയുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊണ്ട് അവര് അവർക്ക് അത് അല്ല. ഇപ്പൊ പറഞ്ഞ മാഡം പറഞ്ഞ 2 സിനിമ നല്ല സിനിമകളാണ്, ഓടിയ സിനിമയല്ല, ഒരു 5-6 സിനിമ. അഗ്നിസാക്ഷി, എല്ലാ സിനിമയും കാശിന് വേണ്ടി ഉണ്ടാക്കിയതല്ല. നമ്മുടെ ഒരു സന്തോഷം, പാഷന് വേണ്ടി. കണ്ടമാനം പൈസ ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയല്ല. ഇൻഫാക്ട് എന്റെ ബ്രദറിലെ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അതിൽ ഉണ്ട് ഒരു പ്രൊഡ്യൂസറുടെ ലീലാമം ഭരിക്കുന്നത്. അതിലെല്ലാം എങ്ങനെ. ബട്ട് ഭരതനുമായിട്ടുള്ള ആ ഒരു ആത്മബന്ധം. ഭരതന്റെ മകള് ഞങ്ങളുടെ ഇവിടെ കോളേജിലാണ് പഠിച്ചത്. അവര് ആ അടുപ്പത്തിന്റെ മുകളിലാണ്. പിന്നെ ഭരതനും ലളിതയായിട്ടുള്ള ഒരു ബന്ധം, പിന്നെ പത്മരാജനും അവരായിട്ടുള്ള ഒരു ബന്ധം. ഓക്കെ. അപ്പോൾ കുറേ വിശേഷങ്ങൾ നമ്മൾ ഇപ്പം എന്തായാലും പ്രത്യേകിച്ച് അച്ഛൻ, അമ്മ, നമ്മൾ തെലുങ്കിൽ അവിടെയൊക്കെ പോയിട്ടുണ്ടോ അമ്മ വീട്ടിൽ? അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ വരുമല്ലേ, ഒരു വെക്കേഷൻ വരുമ്പോ അച്ഛന്റെ വീട്ടിൽ പോണോ അമ്മയുടെ വീട്ടിൽ പോണോ? രണ്ടും 2 സംസ്ഥാനം ഇതുകൊണ്ട് കൂടുതൽ അമ്മയുടെ വീട്ടിലേക്ക് പോകുള്ളൂ, അച്ഛൻ വിവരക്കാരനായതുകൊണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു തനവടി ഗ്രാമമല്ലേ, സുന്ദരമായ കാലാവസ്ഥ. എറണാകുളം. ഞാനിപ്പോ എന്റെ ഹസ്ബൻഡ് എറണാകുളത്താണ്. ഓക്കെ. മാഡം ചെന്നൈയിൽ ജനിച്ചു. മാഡത്തിന്റെ വിദ്യാഭ്യാസം? ഞാൻ വിദ്യോദയയിലാണ് പഠിച്ചത്. ഓക്കെ. അത് വെരി ഓൾഡ് സ്കൂൾ, ഒരു 125 years ആയിട്ടുള്ള സ്കൂളാണ്. ഒരു ശാന്തിനി നികേതന്റെ ഒരു മോഡലിന്റെ ഒരു സ്കൂളാണ്. ഞാൻ പഠിച്ചതെല്ലാം, എനിക്ക് എല്ലാ നല്ല കാര്യങ്ങളും പഠിച്ചത് ആ സ്കൂളിൽ നിന്നാണ്.
പിന്നെ എത്രാജ് കോളേജിൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് SIET സൈക്കോളജി ചെയ്തു. അത് SIET പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഭാരതീയ വിദ്യാഭവനിൽ ഈ 1 year കോഴ്സ് ഉണ്ട് ജേർണലിസം. അതാണ് എന്റെ പാഷൻ. ബട്ട് ഞാൻ ജേർണലിസ്റ്റ് ആയിട്ടില്ല, ആകാൻ പറ്റില്ല. അതെന്താണ് അങ്ങനെ? അത് മനസ്സിൽ ആഗ്രഹം ഉണ്ടായിട്ടും അതിലേക്ക് പോകാൻ പറ്റില്ല. ഡെസ്റ്റിനി എന്നാ പറയാനുള്ളൂ. ബിക്കോസ് ഞാൻ ഇതിലോട്ടൊക്കെ കയറിയത് കൊണ്ട് എനിക്ക് നമുക്കത് അതിന്റെ പുറകെ പോകാനുള്ള സമയമില്ല. അതെന്ന് പറഞ്ഞാൽ അലിഞ്ഞു കിടക്കണം. ഓക്കെ, അപ്പൊ എല്ലാ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞു. വിദ്യാഭ്യാസം കഴിഞ്ഞ് പറഞ്ഞ പോലെ തന്നെ ജേർണലിസ്റ്റ് ആകണം എന്നുള്ള ആഗ്രഹം മനസ്സിൽ കിടക്കുവാണ്. അപ്പൊ നമ്മുടെ മാഡത്തിന്റെ വിവാഹം എന്നായിരുന്നു? എന്റെ ഹസ്ബൻഡ് ചീഫ് എഞ്ചിനീയർ മെർച്ചന്റ് നേവിയില്. ഓക്കെ, മലയാളിയാണോ, ചെന്നൈയാണോ, തെലുങ്കാണോ? മലയാളിയാണ്. ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജ്. കേരളത്തിലൊക്കെ കുറെ ബന്ധങ്ങളുണ്ട്. ഹസ്ബൻഡ് മലയാളി, അച്ഛൻ മലയാളി. എറണാകുളത്തുനിന്ന് നല്ലൊരു തറവാട്ടിലുള്ള കല്യാണം ആലോചിച്ചിട്ടല്ല, മാരേജ് ഒന്നും അല്ല, ആലോചിച്ചിട്ടുള്ള കല്യാണം. എന്റെ മക്കളാണ് എല്ലാരും നോൺ മലയാളീസ്. മക്കൾ എത്ര പേരുണ്ട്? 2 ബോയ്സ്. ബോയ്സ് ആണ്. അവരുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞോളൂ. കല്യാൺ മൂത്ത മകൻ. അവന് ഇൻവെസ്റ്റ്മെന്റ്, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ബിസിനസ് ആണ്, കൺസൾട്ടൻസി ബിസിനസ്. കമ്പനി ഉണ്ട്, ഫേം ഉണ്ട്. രണ്ടാമത്തെ മോൻ ബാംഗ്ലൂരിലാണ്, അവന് സോഫ്റ്റ്വെയർ. ഓക്കെ, രണ്ടുപേരും വിവാഹിതരായോ? രണ്ടുപേരും കല്യാണം കഴിച്ചു. മരുമക്കളൊക്കെ ആയി. മരുമക്കളും കൊച്ചുമക്കളായി, പേരക്കുട്ടിയുമായി. 2 ആൺകുട്ടികൾക്ക് 3 ആൺകുട്ടികൾ. മാഡം അമ്മുമ്മ, മലയാളത്തിൽ പറഞ്ഞ അമ്മുമ്മ, അല്ലെങ്കിൽ അങ്ങനെ ആയെങ്കിലും മാഡത്തിനെ കണ്ട ഒരിക്കലും അങ്ങനെ പറയില്ല കേട്ടോ. പക്ഷേ പേരക്കുട്ടികളുള്ള ഒരു മൂത്ത ആൾക്ക് 14 വയസ്സായി. ഓ, എന്റെ മൂത്ത പേരക്കുട്ടി. മാമിന് ഇപ്പൊ ഞാൻ പറഞ്ഞു ജേർണലിസ്റ്റ് ആകണമെന്നുള്ള ആഗ്രഹമായിട്ട് നടക്കുന്ന സമയത്താണ് കല്യാണം കഴിക്കുന്നത് അല്ലേ? അപ്പൊ നമ്മുടെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാഡത്തിനെ കൊണ്ടുവന്നാരാണ്? സിംപ്ലി ബിക്കോസ് മൈ ഹസ്ബൻഡ് വാസ് എ ചീഫ് എഞ്ചിനീയർ ഇൻ ദ മെർച്ചന്റ് നേവി. ഓക്കെ. അപ്പോൾ ഓൾവേസ് സെയിലിംഗ്. ഞാൻ കുറച്ചു കൊല്ലം സെയിൽ ചെയ്തു, ആദ്യത്തെ കുറെ വർഷം ഐ സെയിൽ വിത്ത് മൈ ഹസ്ബൻഡ്. അത് കഴിഞ്ഞിട്ട് when I came back, I wanted to do something. ഞാൻ പലതും ട്രൈ ചെയ്ത് നോക്കി, പലതൊക്കെ ചെയ്ത് നോക്കി വെറുതെ. അപ്പൊ ഞാൻ ഡാഡിയുടെ അടുത്ത് പോയിട്ട് ഡാഡി ഐ കം ആൻഡ് ജോയിൻ യു. ഒരു രക്ഷയില്ല, ഞങ്ങൾ ഒറ്റക്ക് ചെയ്യാൻ നോക്കിയിട്ട് പണി നടക്കണില്ല, അച്ഛന്റെ കൂടെ മനസ്സിലായി അതാണ് എന്റെ ഡെസ്റ്റിനി എന്ന് മനസ്സിലായി. അപ്പൊ അങ്ങനെ ഞാൻ എന്റെ അച്ഛൻ സ്ഥാപനത്തിലേക്ക് ജോയിൻ ചെയ്തു. അച്ഛൻ എന്നെ ഒന്നും പഠിപ്പിച്ചില്ല, ഞാൻ പഠിച്ചു. സ്വയം പഠിക്കുകയായിരുന്നു. നിറയെ ചാലഞ്ചസ് ഉണ്ടായിരുന്നു. Because starting from my father, whether I can do it or not, whether I am capable or not, എന്നുള്ള ഒരു എപ്പോഴും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഐ ഹാഡ് ടു ജസ്റ്റ് ഫൈറ്റ് മൈ വേ. അതിൽ നിറയെ സിറ്റുവേഷൻസ് വന്നു. ബിക്കോസ് ഞങ്ങൾ ഡെന്റൽ കോളേജ് തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം ഫൈനാൻഷ്യൽ സ്ട്രെയിൻ ഉണ്ടായിരുന്നു. ഭയങ്കര ഫൈനാൻഷ്യൽ സ്ട്രെയിൻ ഉണ്ടായിരുന്നു. വെച്ചാൽ ഒരു ഡെന്റൽ കോളേജ് തുടങ്ങാന്ന് പറഞ്ഞാൽ ആസ് ഗുഡ് ആസ് സ്റ്റാർട്ടിംഗ് എ മെഡിക്കൽ കോളേജ്. ബിക്കോസ് സ്റ്റാൻഡ് അലോൺ തുടങ്ങുമ്പോൾ you need the hospital, you need the beds, you need the infrastructure. ഭയങ്കര അത് ഫുൾ ഇൻഫ്രാസ്ട്രക്ചർ കോടിക്കണക്കിന് രൂപ ചെലവ് ചെയ്തിട്ട് നമ്മൾ കംപ്ലീറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഡെന്റൽ കോളേജ് എല്ലാം ഞങ്ങൾ അങ്ങനെ ചെയ്യുള്ളൂ. ഞങ്ങളെല്ലാം ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ടേ ഞങ്ങൾ ഒരു സ്ഥാപനം തുറന്നു. അപ്പൊ അത്രയും വലുതായിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് അപ്രൂവൽ കിട്ടിയില്ല. അപ്പൊ 3 കൊല്ലം ഞങ്ങൾക്ക് വളരെയധികം ഫൈനാൻഷ്യൽ സ്ട്രെയിൻ ഉണ്ടായിരുന്നു. ഫൈനാൻഷ്യൽ സ്ട്രെയിൻ എന്ന് വെച്ചാൽ വളരെ അപ്പോഴാണ് ഞാൻ ജനറൽ സെക്രട്ടറി ആണ്. ചാർജ് എടുക്കുന്നു. പിന്നെ ഒരു പൊരിപ്പിക്കലായിരുന്നു നമ്മൾ പറഞ്ഞ പോലെ അല്ലേ? നമ്മൾ ധീരമായി നേരിട്ടു. എന്റെ ഓഡിറ്റർ ചോദിക്കായിരുന്നു എന്റെ അടുത്ത്, ഹൗ ഡു യു സ്ലീപ് ദ നൈറ്റ്? എത്രയും വർഷം ഇങ്ങനെ ഞാൻ, ബിക്കോസ് ഐ ഹാഡ് മൈ ഐസ് ഗോൾ ആൻഡ് ഐ ഡിഡ് നോട്ട് ലുക്ക് ഹിയർ, ഐ ലുക്ക് ദേർ ഔട്ട്. ഈ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉള്ള സമയത്ത് അച്ഛൻ ഡാഡി ഉണ്ടോ? അച്ഛൻ ഉണ്ടായിരുന്നു, ബട്ട് അച്ഛൻ വാസ് ഓൾസോ ഹെൽപ്ലെസ്. ബിക്കോസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. എവറി ഡേ മൗണ്ടിങ് ഡെറ്റ്സ്, അങ്ങനത്തെ ഒരു. അപ്പൊ ഹസ്ബൻഡ് സപ്പോർട്ടോ ആ സമയത്ത്? ഹസ്ബൻഡ് ബിക്കോസ് ഫൈനാൻഷ്യലി ആർക്കും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ദിസ് ഈസ് എ കോമൺ തിങ് അല്ലെ? അതിനൊക്കെ എല്ലാം തരണം ചെയ്താണ് നമ്മൾ ഇവിടെ വരെ എത്തിയിരിക്കുന്നത്. അതെ. എനിക്ക് പിന്നെ കുറെ കഴിഞ്ഞപ്പോ എനിക്ക് വളരെയധികം സപ്പോർട്ടായിട്ട് അടുത്ത ജനറേഷനിൽ ഒരാളുണ്ട്. എപ്പോഴും നമ്മൾ നോക്കണം, നമ്മൾ കണ്ടിന്യൂഷൻ വി ഷുഡ് സീ വെദർ ഇറ്റ് ഇസ് എ പബ്ലിക്, എ പാർട്ടി ഓർ എ കമ്പനി ഓർ എ ഇൻഡസ്ട്രി, എന്തായാലും വി ഷുഡ് ഹാവ് somebody in mind and give authority, give that freedom to run it the way they will be running it. നമ്മളത് കാണണം.
അത് കാണണം, അത് എങ്ങനെ നടത്തുന്നവര്, എന്നിട്ട് നമ്മൾ സന്തോഷിക്കണം. ഓക്കെ. അപ്പം എന്റെ സിസ്റ്ററിന്റെ മകൻ, ഈ പറഞ്ഞ ബാബു അണ്ണന്റെ മകൻ, ഹി കെയിം ഇൻ ടു ദിസ് ഫുൾ ടൈം. ഹി വാസ് എ മെമ്പർ ഓഫ്, ഞങ്ങളുടെ മെമ്പറായിരുന്നു, ഇപ്പൊ ജോയിന്റ് സെക്രട്ടറിയാണ്. പിന്നെ ഞാൻ ഐ ടോൾഡ് മൈ ഫാദർ and I asked him also to come and join us as an executive director. His name is Gautam, Dr. Gautam. Gautam's profession also happened to be dental field, and so he could bring up the dental college. Then we came, both of us together came out of this. നമ്മള് മാഡം എങ്ങനെയാണ് നമ്മള് ചാരിറ്റിയിലൊക്കെ, എങ്ങനെ ചാരിറ്റി പ്രവർത്തനങ്ങളിലൊക്കെ? Very much. എന്തൊക്കെയാണ് ഞങ്ങളുടെ 50th സ്കൂളിന്റെ 50th ഗോൾഡൻ ജൂബിലി സെലിബ്രേഷൻ, വി അനൗൺസ്ഡ് ഗോൾഡൻ ജൂബിലി ഷേക്ക് ഹാൻഡ് ഫോർ ആർ സ്റ്റാഫ് ആൻഡ് ഓൾസോ ഞങ്ങളുടെ എല്ലാ ക്ലാസ് 4 എംപ്ലോയീസും നിറയെ പേരുണ്ട്. എല്ലാ കുട്ടികൾക്കും ഫ്രീ എഡ്യൂക്കേഷനും. അത് പിന്നെ അത് കൂടാണ്ട് പേഴ്സണലി ഐ ഡു ലോട്ട് ഓഫ് ചാരിറ്റി. എനിക്ക് ചാരിറ്റി ഈസ് വൺ ക്ലോസ് ടു മൈ ഹാർട്ട്. ഐ ഡോണ്ട് tell people, but I do it my way. Okay. മാഡത്തിന്റെ അവധി ദിവസങ്ങളൊക്കെ എങ്ങനെയാണ്? ഉല്ലാസങ്ങൾ? അടിച്ചുപൊളി. എങ്ങനെയാണ്? സിനിമക്ക് പോവോ? ഇല്ല, സിനിമയ്ക്കൊക്കെ പണ്ടൊക്കെ സിനിമയ്ക്ക് പോവായിരുന്നു. ഇപ്പോഴൊക്കെ യു ഹാവ് യുവർ ഗ്രാൻഡ് ചിൽഡ്രൻ, അവരുമായിട്ട് നമ്മള് അവരുടെ ലെവലിൽ വരണം, എന്നാലേ അവർക്ക് നമ്മളെ ഇഷ്ടപ്പെടുള്ളൂ, നമ്മളോട് അവർ ഇരിക്കുള്ളൂ. മൈ ബെസ്റ്റ് ഫ്രണ്ട്സ്. ഫ്ലഡ് വന്ന സമയത്തൊക്കെ നമ്മള് മാഡം ഇവിടെ ബാധിച്ചോ അത് ഫ്ലഡ്? 2018 കാര്യം, അല്ലെങ്കിൽ 2015, ബിക്കോസ് 2 ഫ്ലഡ്സ് ഉണ്ടായിരുന്നു വേർ ഐ വാസ് ആക്റ്റീവ്. വൺ ഇസ് 2015, അത് ചെന്നൈയിലെ ഫ്ലഡ്സ് ആയിരുന്നു. ചെന്നൈയിലെ ഫ്ലഡ്സ് ഉണ്ടായിരുന്നു. അവർ ഞങ്ങളുടെ അവർ സ്കൂൾ വാസ് ഹബ്ബ്. അവിടെ എല്ലാ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അവിടെ ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഓൾ ഓവർ. പിന്നെ ഉള്ളത് 2018 നമ്മുടെ കേരള ഫ്ലഡ്സ്. അപ്പൊ കേരളത്തിലോട്ട് ഞങ്ങൾ സാധനങ്ങൾ അയക്കായിരുന്നു. വളരെ വളരെ ആക്റ്റീവ് ആയിരുന്നു. ഓക്കെ. അച്ഛന്റെ നാട്ടിലും വന്നു ഫ്ലഡ് അല്ലെ? നമ്മൾ ജനിച്ച എവിടെയും വന്നു, എല്ലാം വന്നു. അതൊരു എന്റെ ലൈഫില് അൺഫർഗറ്റബിൾ 2 ചാപ്റ്റേഴ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ. എന്നുവെച്ചാല് തമിഴ്നാട്ടില് ഫ്ലഡ് ഉണ്ടായപ്പോ കേരളത്തിൽ നിന്ന് എത്ര പേരാണ് നമുക്ക് ഇങ്ങോട്ട് ഞങ്ങളുടെ ഇതിലോട്ട് അയച്ച് ഞങ്ങൾ ഇവിടുന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യായിരുന്നു. നമുക്കറിയുന്ന ആൾക്കാരും അങ്ങനെ ഓർഗനൈസേഷനും, പിന്നെ റോട്ടറി, പിന്നെ ഇവിടുന്ന് അതേമാതിരി ഞങ്ങൾ 2018 ഇവിടുന്ന്. അപ്പൊ ആ ഒരു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ തമിഴ്നാട് വെച്ചാല് അതൊരു ബോണ്ടിങ് മതിയായി ശരിക്കും പറഞ്ഞാല്. അപ്പൊ ജേർണലിസ്റ്റ് ആണെന്ന് ആഗ്രഹിച്ചു, നമ്മൾ ഇതിലേക്ക് തിരിഞ്ഞു. കുറ്റബോധം നമുക്ക് അയ്യോ അതാകാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം മനസ്സിലായി. നമ്മൾ ഇതിൽ ഹാപ്പിയാണ്, ഇപ്പൊ ചെയ്തതിൽ ഹാപ്പിയാണ്? 100%. വളരെ ഹാപ്പിയാണ്. ഇനി നമുക്ക് മാഡത്തിന് ഇനി എന്താണ് അംബിഷൻ? ഇനി എന്താ ആഗ്രഹമാണ്? ഇനി ഒന്നുമില്ല. ഇനി മക്കളെ കുറിച്ച് സ്വസ്ഥമായിട്ടിരിക്കുക. റിട്ടേൺ അല്ലല്ല, ബട്ട് ഐ കാന്റ്റ്. ഇരിക്കാൻ പറ്റത്തില്ല. ഇത്രയും വലിയ സ്ഥാപനങ്ങളൊക്കെ നോട്ട് ഡിസൈഡഡ്. നമ്മൾ എപ്പോൾ റിട്ടയർ ചെയ്യണമെന്ന് ഞാൻ ഡിസൈഡ് ചെയ്തില്ല, ഇന്ന് വരെയും ഡിസൈഡ് ചെയ്തിട്ടില്ല. ബട്ട് ഐ നോ ദാറ്റ് വിതൗട്ട് മീ ഓൾസോ ദിസ് ക്യാൻ റൺ. ദാറ്റ്സ് വാട്ട് മൈ. അതൊരു ഇന്നോ നാളെ ഞാൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിൽ എനിക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നിൽക്കുന്നോളം നമ്മൾ ഉത്തരവാദിത്തത്തിൽ തന്നെ നമ്മൾ നിൽക്കുക. അത് കഴിഞ്ഞാലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതുപോലെയൊക്കെ തന്നെ ദൈവം നടത്തിക്കൊണ്ട് പോകാനൊരു അനുഗ്രഹം തന്നെ. ഇപ്പൊ നമ്മൾ ഞാനായിട്ട് കോൺഷ്യസ് ആയിട്ട് ഞാൻ ഒരാളെ നമ്മൾ ഗ്രൂം ചെയ്യുന്നുണ്ട്. ഗ്രൂം അല്ല, നൗ ഐ കാന്റ് ഈവൻ കോൾ ദാറ്റ് ഐ എം ഗ്രൂമിങ് ഹിം, ബട്ട് ഐ ഹാവ് ഗോട്ട് ഹിം ഇൻ മൈൻഡ്. ബട്ട് ഇറ്റ്സ് എൻ അസോസിയേഷൻ. എല്ലാവരും ഇംപ്രസ്ഡ്, നോട്ട് ഓൺലി മീ, all the whole committee, everybody knows that it's in safe hands. പുതുതായിട്ട് ഈ വ്യവസായത്തിലേക്ക് തിരിയുന്ന നമ്മുടെ ന്യൂജൻ ചെറുപ്പക്കാരോട് എന്താണ് മാഡത്തിന് പറയാനുള്ളത്, കൊടുക്കാനുള്ള ഉപദേശം? One is focus. Yes. Whatever you're doing, focus on that, and unless you work hard, you will not reach the other side. Keep looking at the other end where you're going to achieve something. Then again you will have another. It keeps coming, no? Then there are milestones. You reach one milestone and then you look at another milestone. So you keep going forward with the same vision and same focus and dedication. അത് മലയാളത്തിൽ അർപ്പണ മനോഭാവം. അർപ്പണ മനോഭാവം, എല്ലാ മലയാളവും അറിയാം.
അതെ, അത് യൂസ് ചെയ്യാനാണ് അറിയാം. അതെ, അർപ്പണ മനോഭാവം. നമ്മൾ ഞാൻ പറയുകയാണെങ്കിൽ ഇതാണ്, ഹാർഡ് വർക്ക് ആൻഡ് ഓൾസോ ബി എ ഗുഡ് ഹ്യൂമൻ ബീയിങ്. ബി ഗ്രേറ്റ്ഫുൾ ഫോർ എവറിഥിങ് യു ഡു, യു വിൽ റീച്ച് സംവെയർ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സ്കൂളുകളിൽ നമ്മുടെ കുട്ടികൾ വഴിപിഴച്ചു പോകാനുള്ള ഒത്തിരി അവസരങ്ങളുണ്ട്. അത് കേരളത്തിൽ ഇച്ചിരി കൂടുതലാണ്. 8ാം ക്ലാസ്സിലൊക്കെ സിഗരറ്റ് വലിയ അങ്ങനെയുള്ള നമ്മുടെ ഈ കോളേജ്, ഈ നമ്മുടെ സ്കൂളിൽ അങ്ങനെയുള്ള പിന്നെ ഉണ്ട്. ഞാൻ ഇല്ലാന്ന് പറഞ്ഞാൽ ഞാൻ നുണ പറയുന്ന അതിൽ അറ്റ്ലീസ്റ്റ് കുറച്ചു പേരെങ്കിലും ഉണ്ടാവും. നമുക്ക് എപ്പോഴും അവയർനെസ് പ്രോഗ്രാംസ് നമ്മൾ വെക്കാറുണ്ട്. കുട്ടികളുടെ ഇടയിലും വെക്കാറുണ്ട്, സ്റ്റാഫും. പിന്നെ വി ഗോ ഫോർ സം അവയർനെസ് പ്രോഗ്രാംസ്. പിന്നെ അത് മാത്രമല്ല, അവര് തന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുമ്പോൾ they have more responsibility. But എന്നാലും this is something which is very disturbing. അതിന്റെ ഈ ഡ്രഗിന്റെ ഇതൊക്കെ, ഈ മെനസ് എന്ന് പറയുന്നത്, it can be controlled or എന്താ പറയുക, അതിനൊരു മോണിറ്ററിങ് and all, only the government can do it. അപ്പോൾ എന്തായാലും ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ ഇനിയും മാഡം ആഗ്രഹിക്കുന്ന പോലെ ഉയരങ്ങളിലേക്ക് കുതിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇത്രയും നേരം മാഡത്തിൻ്റെ എല്ലാ വിശേഷങ്ങളും പങ്കുവച്ചതിന് ഞങ്ങൾ ഐക്കൺസ് ഓഫ് ഇന്ത്യ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച് മാഡം. ഓക്കെ, ഇറ്റ് വാസ് റിയലി ഇൻട്രസ്റ്റിംഗ്. ഞാനും എൻജോയ് ചെയ്തു ഈ കോൺവെർസേഷൻ. താങ്ക് യു.